എന്നെങ്കിലും ഇവന്റെ ഒരു ഡോഗിനെ കൊണ്ട് എന്നെ കടുപ്പിക്കണം എന്ന് ഇവന്റെ വാശിയുണ്ട്. എന്താണ് എന്തിനാ പച്ചെടുത്താലോ? പഴുത്തോണം നിനക്ക്? പച്ച മതി. പച്ച ഒരു പച്ചയും ഒരു പഴുത്തയും കുറച്ച് പറ്റില്ല. മുളക് പൊടി അതെ ഒരു പിടുത്തം പിടിക്കാം. ആരാ? ഹലോ പറയ്. ഞാൻ എവിടെ ഉണ്ട്? എടാ നീയും നിന്റെ ചങ്ങായും കൂടി 2 ദിവസം എല്ലാ തൃശ്ശൂർ കിടന്ന് കറങ്ങുന്ന പറഞ്ഞു. എന്താ അവന്റെ പേര്? ലീസ്റ്റോക്കാ എന്ത്? നീ അവനോട് ആൺകുട്ടിയാണെങ്കിൽ ഞങ്ങളെ ഫാമിലി ഒരു ഡോഗ് ഉണ്ട്. ഞാൻ നിനക്കിപ്പോൾ വാട്സാപ്പിൽ എൻ്റെ വീഡിയോ അയച്ചിട്ടുണ്ട്. അന്ന് കണ്ടിട്ട് ധൈര്യം ഉണ്ടെങ്കിൽ അതിനൊന്ന് വന്ന് ഇറക്കി കാട്ടാം. ഓക്കെ, ആളെയും കൂട്ടി ഇങ്ങോട്ട് വായോട്ടാ. ഞാനിവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വിളിക്കാം. കുറച്ച് ദിവസമായിട്ട് ഫുള്ള് വെല്ലുവിളികളാണ്. ഇതായിട്ട് കുറയ്ക്കണ്ട. ഇവിടെ കുറെ പേരുണ്ടല്ലോ. ഇതാണ് ആളല്ലേ? അവന്റെ അഗ്രഷൻ എങ്ങനെയാ? അഗ്രഷൻ ഉണ്ടോ? എന്തായാലും നമ്മള് വീഡിയോ എടുക്കുന്നതാണല്ലോ, ആൾക്കാർ കാണട്ടെ. നമ്മളെവിടെയും പോയി എന്ന് പറയണ്ടേ? എത്രയും പറഞ്ഞല്ലേ? നിന്റെ ഡോഗാണോ? നമ്മളൊരു ഫ്രണ്ടിന്റെ ഡോഗാ, നമുക്ക് തന്നതാ. ആണോ? കുറെ കഴിച്ചിട്ട് ഇപ്പൊ 1 മാസമായി. ശരി. 1 മാസമായിട്ട് ഞാൻ ഡെയിലി ഫുഡ് കൊടുക്കണം. എന്നോട് പോലും ഇണങ്ങിയിട്ടില്ല. നിന്നോട് നീ കാണുന്നുണ്ടോ ഈ ഡോഗിനെ? നീ പോയിക്ക്. അഗ്രഷൻ എങ്ങനെയാണെന്ന് പുള്ളി പറഞ്ഞിട്ട് അഗ്രഷൻ നോക്കണമല്ലോ. കുറച്ച് പേടിപ്പിക്കലൊന്നുമില്ല, ഡയറക്റ്റ് കടിയാ. കണ്ടില്ലേ, ഇതാണ് എന്റെ അഗ്രഷൻ. അപ്പൊ നമ്മള് മറ്റേ ഈ ഒരു ചലഞ്ച് പോലെ നമ്മളൊരു ഇൻട്രോ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത് കേട്ടോ. ഞങ്ങളൊക്കെ നേരത്തെ അറിയുന്ന പറഞ്ഞാൽ ഇപ്പൊ ഇതിന്റെ അടുത്ത് ഈ സാധനം ഡോഗ് വന്നിട്ട് ഇപ്പൊ 1 മാസം കഴിഞ്ഞല്ലേ? അഡോപ്ഷൻ കിട്ടിയാണ്. ഇടയ്ക്കിടയ്ക്ക് ഇതിനിങ്ങനെ ഓരോ കടിക്കുന്ന ഡോഗിന് അഡോപ്ഷൻ എടുക്കും, ഇടയ്ക്കിടയ്ക്ക് ചലഞ്ച് തരും കേട്ടോ. ഇവിടെ വന്ന് കുറച്ച് സാധാരണ അഡോപ്ഷൻ എടുക്കുന്ന ചില ഡോഗുകൾ നമ്മൾ ഫുഡൊക്കെ കൊടുത്ത് സെറ്റാക്കി ട്രെയിൻ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പം ഇവനെ അങ്ങോട്ട് 1 മാസമായിട്ടും സെറ്റ് ആയിട്ടില്ല. അപ്പൊ എന്നോട് കുറേ ദിവസമായി വിളിച്ച് പറയും നിങ്ങൾ ചലഞ്ചുള്ള കാര്യം. അപ്പൊ ഞങ്ങൾ ഇതിൽ ഇൻട്രോ വീഡിയോ പോലെ ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇതിനെ അറിയുന്നവർക്ക് അറിയാൻ നമ്മൾ തന്നെ ഇതിന്റെ ഒരു 4-5 വീഡിയോക്ക് മേലെ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്നും പോയിട്ടൊരു ഡോഗിന്റെ അഗ്രഷൻ എങ്ങനെയാ, ഇങ്ങനെ നമ്മൾ മറ്റേ നിന്ന് സ്ക്രിപ്റ്റ് പറയുന്ന പോലെ ഡോഗിന്റെ അഗ്രഷൻ പറയും, ഡോഗിന്റെ സ്വഭാവം പറയുന്ന രീതിയിൽ പറയാത്തതുകൊണ്ട് ഒരു ഇൻട്രോ വീഡിയോ പോലെ ആക്കിയുള്ളൂ. അപ്പൊ ഇതാണ് ഇതിന്റെ പേരെന്താ? പേര് അറിയില്ല കേട്ടോ, നമുക്ക് അഡോപ്ഷൻ അവർ പറഞ്ഞിട്ടില്ല. ഇപ്പൊ നീ ഇതുവരെ പുറത്തിറക്കിയിട്ടൊന്നുമില്ല? ഇതുവരെ പുറത്തിറക്കില്ല. ആദ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഫുഡ് വെച്ച് കൊടുക്കാൻ പോലും കൂടിന്റെ ഈ പരിസരത്ത് തന്നെ വരാൻ പറ്റില്ലായിരുന്നു. ഇപ്പൊ ഒരു 3-4 ദിവസമായിട്ട് ആളൊന്നും സെറ്റ് ആയിരുന്നു. ഫുഡൊക്കെ കൊടുക്കാൻ പറ്റുന്നുണ്ട്, പക്ഷെ തൊടാനോ കഴിക്കാനോ ഒന്നും സമ്മതിക്കില്ല. അപ്പൊ നമുക്ക് എന്തായാലും ഇതിൽ തന്നെ ചലഞ്ച് എന്ന് പറഞ്ഞാൽ ഇവരൊന്നും കൂടി പുറത്തിറക്കാനാണ്. സാധാരണ എല്ലാ വീഡിയോ പോലെ തന്നെ. പക്ഷെ ആള് ഒരു സൈക്കോ ഡോഗ് ആണ് അല്ലേ? കടി എങ്ങനെ ഇവിടെ എങ്ങാണ്ട് കമ്പും കോലൊക്കെ ഇതാ. ഇതൊക്കെ അവന്റെ കടീന്റെ ഒരു രൂപങ്ങളാണ് കേട്ടാ. ഇതുപോലെയാണ് സ്ഥിതി. അപ്പൊ പേരൊന്നും കൊടുത്തിട്ടില്ല. അതാണ് നമ്മുടെ ചക്കൻ. മറ്റേ പേര് നമുക്ക് ഇങ്ങന്നേ, ഞാൻ എല്ലാരും വിളിക്കാനോ കൂക്കൂന്ന് വിളിച്ചാലോ എന്നെ? ഇങ്ങന്നടാ വാടാ ഇങ്ങന്നേ. തെറിച്ചാണല്ലോ വെക്കുന്നേ. തെറിച്ചാണല്ലോ വെക്കുന്നേ. എന്താണ് എന്തിനാണ് ഇത്ര ഒരു ദേഷ്യമൊക്കെ? ഇങ്ങനെ ദേഷ്യം കാണിച്ചിട്ട് എന്താ കാര്യമുള്ള? എന്താണ് ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നത്? ഇതിനുള്ളൊക്കെ തലങ്ങി പോരല്ലോ ഇതിനെ. എന്താണ് എന്താണ് നമുക്കൊന്ന് പുറത്തൊക്കെ ഇറങ്ങിയാണെന്നാലോ? വന്നേ അച്ഛൻ ഇപ്പറ വന്നു. അച്ഛനെ ഇവന്റെ ഫേസ് ശരിക്കും കാണിച്ചേ. അല്ലേ? ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് നമുക്ക് കിട്ടുന്ന ചലഞ്ച് എന്ന് പറഞ്ഞാൽ ആള് ടെറർ സാധനങ്ങളാണ്. ഇച്ചിരി കൂടുതൽ ടെറർ. ലാസ്റ്റ് വീഡിയോ നമ്മുടെ പിറ്റ്ബുള്ളായിരുന്നു, അത് ഇതുപോലെ തന്നെയാണ്. പക്ഷെ അവന് ഇച്ചിരി കുറേയൊക്കെ ഉണ്ടായിരുന്നു. ഇവൻ കുറയില്ല കേട്ടോ. ഉണ്ടല്ലേ? മൂക്കത്തട്ടാ മൂക്കല്. അതാ തട്ടെ മൂക്കല്ലേ? മൂക്ക തട്ടെ. എന്താണ് എടാ ഇങ്ങനെ ഒരു പിടുത്ത മൂക്ക തട്ടുമ്പോഴേ തട്ടെ. കടിയാ
ഞാൻ ചാത്തസേവ കേട്ടോ എല്ലാരും പറഞ്ഞ പോലെ ഡൗട്ട് വെച്ചിട്ടുണ്ടാ ഇല്ലല്ലോ കൂളായി പോടാ ആണോ ആണോ ഷെയ്ക്കൻ്റെ ഷെയ്ക്കൻ ഷെയ്ക്കൻ ഈ കണ്ട ഇവരോടൊക്കെ കമ്പനി ഉണ്ടോ ഈ ആൾക്കാരോടെല്ലാം എല്ലാവരും ദേഷ്യ നമ്മുടെ അഭിനയ കർത്തയാണ് അഭിനയ ഇവന്റെ മുടികൾ വരെ അഭിനയിച്ചു ഞങ്ങൾ ആ രാവിലത്തെ ഇൻട്രോ വീഡിയോയില് നിന്നെ തീരെ കണ്ടതല്ലേ നേരത്തെ വന്നപ്പോ അല്ലേ ഞങ്ങള് വന്നപ്പോഴേ ഞങ്ങൾ പുറത്തു നിന്നപ്പോ മച്ചാൻ അടിക്കുന്ന അഗ്രഷൻ കാണാൻ വേണ്ടി പോയായിരുന്നു വീഡിയോ ഷൂട്ട് ചെയ്തിട്ടില്ല ഇവനെ തീരെ അടുപ്പിക്കുന്നില്ല ഇപ്പൊ എന്തോ ഒരു ഒതുക്കുണ്ടല്ലേ എടാ ചക്ക ഇവിടെ ഓയ് അതായത് ഇപ്പൊ ഇവനെ ഒന്ന് ശാന്തനായിട്ട് വേണം നിനക്കൊന്ന് ഇവരും സെറ്റാക്കി എടുക്കാനല്ലേ ഇവനെ നീ കൊടുക്കുന്നുണ്ടെന്നു അല്ലേ നിനക്ക് ഔട്ട് ഓപ്ഷൻ വന്നാണ് നീ ഒന്ന് സെറ്റ് ആയി കഴിഞ്ഞാൽ നിനക്ക് ഈ കണ്ടീഷനിൽ പൈസ ഒന്നും വേണ്ട എന്തായാലും എന്നോട് ഇണങ്ങും നോക്കട്ടെ അല്ലേ നമ്മോട് ഇണങ്ങിയിട്ട് വേണം ലീഷ എവിടെ അവന്റെ ലീഷയുടെ ഇല്ലല്ലോ അല്ലേ ഇവിടെ ഡോഗിന്റെ ബോർഡിങ് ഉണ്ട് കേട്ടോ ഇതിന് അതുകൊണ്ടാണ് ഈ ഡോഗിനൊക്കെ കാണുന്നത് ഇവിടെ അതാണ് ലീഷ് നീ ഇറക്കിയിട്ടില്ലല്ലോ അവനെ ഇതുവരെയായിട്ടും ഇതുവരെ ഇറക്കിയിട്ടില്ല പക്ഷെ ഇതുവരെയായിട്ട് ബിദിനെ അവനെ പുറത്തിറക്കിയിട്ടൊന്നുമില്ല കേട്ടോ ഇവനാ ലീഷ് കാണുന്ന തന്നെ കളിയാവുന്നു അല്ലേ ലീഷ് ഇടാൻ പണിയാ കണ്ടോ ലീഷ് കാണുമ്പോൾ തന്നെ ആശാൻ നോക്ക് ദേഷ്യം നേരത്തെ എന്താണ് നമുക്കൊന്ന് പുറത്തൊക്കെ ഇറങ്ങണ്ടേ എന്താടാ എന്താണ് എന്താ എല്ലാത്തിനും നമുക്ക് പിടിക്കാം എല്ലാം ഓടണോ എല്ലാം ഓടണോ ഇല്ലടാ കടിക്കില്ലടാ എല്ലാരും ഓടിയല്ലോ അതെന്താ നീ ലീശ കടിച്ചു പിടിച്ച ഓടുവോ ലീശ കടിച്ചു പിടിച്ച ഓടുവോ ഷെയ്ക്കാനില്ല കടിക്കടാ നോ 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 കൂക്കറു എന്റെ പേര് അതുണ്ടോ ഞാൻ കൂക്കറു ഞാൻ എല്ലാ ഡോഗിനെയും കൂക്കറു എന്ന് വിളിക്കുന്നത് കൂക്കറു നിന്നെ കൂക്കറു ആക്കട്ടെ നിന്നെ കൂക്കറു എന്നാക്കട്ടെ നിന്നെ കൂക്കറു എന്നാക്കട്ടെ നോ ശരിയാക്കട്ടെ ചേട്ടായി എന്നെ ശരിയാക്കാം ചേട്ടായി ഇതിലിങ്ങനെ തൊട്ടുണ്ടാ എടാ ആർക്കടാ ഇങ്ങനെ തൊടണം ആഗ്രഹമുള്ളേ ഞാൻ ഇതുപോലെ മൂക്ക് തൊട്ടില്ലേ ഞാനൊരു ഓഫർ തരാം എന്തായാലും ഇതുപോലെ ഇവനെ തൊടുന്ന ആൾക്ക് ഇപ്പൊ എന്താ ഇപ്പൊ തരാൻ പറ്റുക ഞാൻ ഈ വാച്ച് ഞാൻ ഫ്രീ തരാം മൂക്കയിലിട്ടോ അവരെ കാണിച്ചു കൊടുക്കടാ ഞാൻ മാറി നിട്ടോ ശരിക്കും തൊട ശരിക്കും തൊടറാ ഞങ്ങളെല്ലാരും മാറി നിട്ടോ തൊട്ടങ്ങ് പിടിക്കവിടെ തൊട്ടങ്ങ് പിടിക്കും ഇങ്ങനെ മൂക്ക തൊട്ട് വെച്ചാൽ എടാ മൂക്കല്ല എങ്ങനെ തൊട്ട് വെച്ചാൽ എങ്ങനെ ചേട്ടാ തൊടുന്ന പോലെ ഇപ്പൊ തന്നെ വീഡിയോ കാണിച്ചു കൊടുക്കുക ചേട്ടാ തൊടുന്ന പോലെ എങ്ങനെ തൊട്ട് വെച്ചതാ ഇത്ര നേരം ഹോൾഡ് ചെയ്ത് നോക്കണം അല്ലേ ചേട്ടാ നമുക്ക് ഇറങ്ങിയാലോ അവന് ഗൾഫിൽ പോകണം കേട്ടോ ഞാൻ ചുമ്മാ പറഞ്ഞ കേട്ടോ വാച്ചിൽ ഞാൻ കൊടുക്കാൻ പോകുന്നില്ല അത് വേറെ കാര്യം ഞങ്ങളൊക്കെ കമ്പനിക്കാരാണ് അത് വേറെ കാര്യം ഇനിയിപ്പോ അവൻ തൊട്ടാലും ഞാൻ കട്ടി കളഞ്ഞാണ് വീഡിയോയില് അല്ലേ നമുക്ക് എന്തായാലും ഇറങ്ങണ്ടേ ഇറങ്ങണ്ടാ അതായത് ആളൊരു സൈക്കോ ആണ് സൈക്കോയിലുപരി ഇവൻ വലിയ കുറെ അലമ്പൊന്നുമില്ല കാരണം ബിദിൻ പറഞ്ഞാലോ ബിദിനെ ഇതിപ്പോ ട്രെയിനർ കൂടെ ആണ് കേട്ടോ ഡോഗ് ട്രെയിൻ ചെയ്യുന്ന ആളാണ് നീ നേരത്തെ എടുക്കാൻ ശ്രമിച്ച 2 ചെയിൻ ഇറക്കിയോ അതായത് എങ്ങനെയാ മനസ്സിലായി ഇപ്പൊ ഈ ഇട്ടില്ലേ ഇതുപോലെ തന്നെ ഒരു ലീഷും കൂടെ ഇടും അതിങ്ങനെ എന്നോട് പറഞ്ഞാൽ ഡോർ തുറന്നല്ല ഇട്ടത് ഇതിനുള്ളിലൊക്കെ സാധനമൊക്കെ ഇട്ടങ്ങ് പിടിച്ചത് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചിട്ട് ഇതിന്റെ ചങ്കാണ് കൂടെ ഹെൽപ്പ് ചെയ്യുന്ന ആളും ഫ്രണ്ടുമാണ് കേട്ടോ ഇപ്പൊ വന്ന് തൊടാൻ വന്ന ആളല്ലേ അപ്പൊ മച്ചാനും ഇവരും കൂടെ ആണല്ലോ നിങ്ങൾ രണ്ടും ഇറക്കാൻ നോക്കിയാ ഇവര് തമ്മിൽ അങ്ങ് ഇറക്കാം അതുകൊണ്ടാണ് അവൻ അത്ര ധൈര്യത്തിൽ വന്നിട്ടോ അവനൊരു ട്രെയിനിങ് ഒക്കെ പഠിച്ച ഒരു പയ്യനാണ് അതാണ് അവൻ ധൈര്യത്തിൽ വന്നിട്ട് അങ്ങ് ഇടാൻ നോക്കിയത് ഓക്കെ അപ്പൊ അങ്ങനെ സംഭവം ഉണ്ട് നമുക്ക് ഇറങ്ങിയാലോ അവനെ എടാ കടിച്ചാൽ നീ കയറി പിടിക്കോ
ആരൊക്കെ പിടിക്കും? പിന്നെ എന്താണോ കടിച്ചാ പിടിക്കും? ഉറപ്പാണോ? പിന്നെ കുളുവണാന്ന് പറഞ്ഞേക്കരുത്. ആരെ പിടിക്കുന്നു പറഞ്ഞാ പട്ടിനെ പിടിക്കുന്നു, എന്നെ പിടിക്കുന്നു. കടിക്കാൻ പിടിച്ചു കൊടുക്കുന്നു അല്ലേ? നീ കടിക്കല്? ആ കടിച്ചാ അപ്പുറം ഉണ്ടാവും അല്ലേ? നമുക്കൊന്ന് ഇറങ്ങിയതാ. ഇത് ഊരി പോയില്ലടാ. ഇല്ല ഇല്ല ഇല്ലടാ. അപ്പോ നമ്മുടെ എപ്പോഴും എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ ഇതൊക്കെ ഒരു ചലഞ്ചിങ് കണ്ടന്റ് ആണ്. ഇതുപോലെ ബൈറ്റ് വരുമെന്ന് ഉറപ്പുള്ള ഡോഗിനെയാണ് നമുക്ക് ചലഞ്ച് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ പിന്നെ ഇതിലിപ്പോൾ വേറെ ആർക്കും ഡൗട്ടുകൾ കാര്യങ്ങളൊന്നും വേണ്ട. കടി കിട്ടി, ഇല്ലെങ്കിൽ ഇല്ല. ഇതൊക്കെ നമ്മുടെ ഒരു കണ്ടന്റ് ആയിട്ട് കണ്ടാൽ മതി അല്ലേ? ഇതിനെ ഇപ്പം ഇറക്കാല്ലേ? ഇറക്കിയാലോ? എന്നാ നീങ്ങ് മാറിയുന്നു. ഇനിയിപ്പോൾ നിങ്ങൾ എല്ലാവരും നിന്നിട്ട് ഈ പറഞ്ഞ ഒരു കടിയിൽ ഇനിയിപ്പോൾ എനിക്ക് കടി കിട്ടുമ്പോൾ ചാടി കയറി പിടിക്കുന്നില്ലല്ലോ. നമുക്ക് ഇറങ്ങിയാലോ? ഓ എടാ, ഇവൻ നമ്മൾ വിചാരിച്ചേക്കാളും ടെററാകുന്നുണ്ട് കേട്ടോ. ഇപ്പം ഇറങ്ങാറാകുമ്പോൾ ഇറങ്ങട്ടെ, അയക്കട്ടെ, ഇറക്കട്ടെ, വാ. നമ്മൾ അങ്ങോട്ടൊന്ന് പോകാം. എടാ നിന്നെ നോക്കിയവൻ ഇവന്റെ നേരെ നോട്ടം നോക്കി കേട്ടോ. ഇവനെ ട്രെയിൻ ചെയ്തോണ്ടിരിക്കുന്ന ആൾക്കാരാട്ടോ അവർ രണ്ടുപേരും. ബിദിനും അവനും കൂടെ ഇവനെ വരുതിയിൽ വരുത്താനുള്ള ശ്രമത്തിലാണ്. ഇപ്പൊ 1 മാസമായിട്ട് 1.5 മാസമായിട്ട് ശ്രമിക്കുന്നുണ്ട് ഇവര്. ബിദിനെ ഇപ്പൊ നിനക്ക് അങ്ങനെ ഹാൻഡ് ഓവർ നീ വാങ്ങോ? കുഴപ്പമില്ലല്ലോ. കടി കിട്ടാന്ന് പറഞ്ഞാൽ നീ ഇപ്പൊ എന്തായാലും ഒരു ട്രെയിനർ എന്ന രീതിയിലും അതിലുപരി ഡോഗിനെ വളർത്തുന്ന ആളുമാണല്ലോ. അപ്പൊ പിന്നെ നമ്മൾ നിനക്ക് തന്നെന്ന് വെച്ചിട്ട് വേറെ വിഷയങ്ങളൊന്നും വരാനില്ല. ബൈറ്റ് ചെയ്യണമെങ്കിൽ ഇപ്പൊ കയറി ബൈറ്റ് ചെയ്യണം. ഇതിൽ നമ്മുടെ പ്രേക്ഷകർ കാണേണ്ട വേറൊരു കാര്യമുണ്ട് കേട്ടോ. ഇപ്പൊ ഇങ്ങനെ ഒരു ഡോഗ് ഒരു കൂട്ടി കിടക്കുമ്പം ഇവൻ എന്താണ് പുറത്ത് വന്ന് ചെയ്യുന്നതെന്ന് ഒരിക്കലും നമുക്ക് ഗസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ബിദിനൊരു ട്രെയിനറാണ്. അപ്പൊ ബിദിൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇവർക്ക് ഇറക്കാൻ ഓപ്ഷൻ ഉണ്ട്. ഈ പറഞ്ഞ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയിനൊക്കെ ഇട്ട് നമുക്ക് ഇറക്കാം. പക്ഷെ അതിനുപരി ഒന്ന് ഫ്രീ ആയിട്ട് ഇറക്കിയിട്ട് ഈ ഡോഗ് എങ്ങനെയാണ് പെരുമാറുന്നത് നോക്കാനുള്ള ഒരു ചോയ്സ് ഇല്ല. നമ്മളൊരു മനുഷ്യ വിട്ട് നോക്കണമല്ലോ അല്ലേ? നമുക്കിപ്പോ റോബോട്ടിനെ വിട്ട് നോക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ 2 ചെയിൻ ഇപ്പൊ ഡോഗ് കൂട്ടിയത് അത്ര അഗ്രഷനാണ്. അപ്പൊ ഇതിൽ ഒരു എന്താ പറയാ, ഇതിലൊരു ടെസ്റ്റും നിങ്ങൾ വേണമെങ്കിൽ ആലോചിക്കാം. ഇപ്പൊ ബിദിൻ എന്റെ ഫ്രണ്ട് ആണെങ്കിലും എന്നോട് വിളിച്ചോ പറഞ്ഞാൽ രഞ്ജുബായിനെ വിട്ടൊന്ന് ടെസ്റ്റ് ചെയ്യണം. എന്നോട് തമാശ രീതി പറഞ്ഞു. രഞ്ജുബായി ഒന്ന് ഇറക്കി കഴിയുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ബോധ്യമാവും, അവന്റെ ക്യാരക്ടർ എങ്ങനെ ബോധ്യമാവും എന്ന് ബിദിൻ എന്നോട് പറയാതെ പറഞ്ഞിട്ടുണ്ട്. കാരണം വെച്ചാൽ ഇവരെ ഇറക്കി എന്ന് പറഞ്ഞാൽ 2 ചെയിൻ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇറക്കിയത്. അപ്പം ഇതേ ടെറർ തന്നെയാണ്. കൂട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്ന അറിയത്തില്ല. ഒന്ന് ഫ്രീ ഹാൻഡ് ആയിട്ട് നമ്മൾ സാധാരണ ഡോഗിനെ ഇറക്കുന്ന പോലെ ഇറക്കിയിട്ട് ആ ഡോഗ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്ന് അറിയാൻ വേണ്ടിയും കൂടെയാണ് ഈ വീടിന്റെ ലക്ഷ്യം. അപ്പം ഇത്രേ ഉള്ളൂ ഡോഗ്, കുഴപ്പമില്ല. അത് ബിദിൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടെററാണ്. അത്യാവശ്യം ടെറർ ബുള്ളിനെ നോക്കുന്ന ഒരാൾക്കാർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ ഇപ്പൊ 2 വയസ്സായിട്ടുള്ളൂ ആണല്ലേ? എന്നെ സ്മെല്ല് എടാ അടീക്കറൊന്നും പിടിച്ചേക്കരുത്. ഇടയ്ക്കിടയ്ക്ക് ആൾക്കാർ പറയും എന്നോടേ ഒരു AP വാങ്ങി വെക്കണം എന്നൊക്കെ പറയും. അതിന്റെ ആവശ്യങ്ങളൊന്നുമില്ല. നമ്മള് ഒന്നുമില്ലെങ്കിൽ ഒരു 3 വർഷമായിട്ടുള്ള ഈ പരിപാടി തുടങ്ങിയിട്ട്. അപ്പൊ ഒരു ഡോഗ് ബൈറ്റ് വന്നാൽ നമ്മുടെ മർമ്മങ്ങൾ ഒഴിവാക്കി ബൈറ്റ് വാങ്ങാനുള്ള അത്യാവശ്യം ഒരു എന്താ പറയാ ബോധം ഇപ്പൊ നമുക്ക് കുറച്ച് ഒരു 3 വർഷം കൊണ്ട് നമുക്ക് ആക്കി എടുത്തിട്ടുണ്ട്. അത് ഡോഗുമായിട്ട് ബന്ധപ്പെടുന്നവർക്കേ അതിനെക്കുറിച്ച് അറിയത്തുള്ളൂ. നമ്മളൊരു ഡോഗ് ബൈറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ആ കാര്യങ്ങൾ നിങ്ങൾ അറിയുമ്പോൾ അറിയാം. നമുക്ക് കിട്ടിയ 4 വീഡിയോ ഡോഗ് ബൈറ്റും നമ്മൾ ഈ ഒരു ഭാഗം കൊണ്ട് വാങ്ങിയിട്ടുള്ളൂ. മെയിൻ ആയിട്ടുള്ള ഭാഗങ്ങളിലേക്ക് വന്നിട്ടില്ല. അപ്പോഴും ഞാൻ ഈ കൈ കൊണ്ടാണ് കൂടുതലും വാങ്ങിയിട്ടുള്ളത്. കൈ പുറം ഓക്കെ. പക്ഷെ നമ്മുടെ മെയിൻ മർമ്മത്തിലേക്ക് നമ്മൾ കൊണ്ടുവരാൻ നോക്കലുണ്ട്. പിന്നെ ഇത് ഇങ്ങനത്തെ ഒരു കണ്ടന്റ് ആണല്ലോ. അപ്പോൾ ഒരു ചലഞ്ച് എന്ന് പറയുമ്പോൾ നമുക്ക് പ്രൊട്ടക്ഷനൊക്കെ ഉപയോഗിച്ച് ചെയ്തിട്ടും വലിയ കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ അങ്ങനെ കണ്ടാൽ മതി. ഷാള് നല്ല ടെററാട്ടോ. വന്നേ എന്നാ ബിദിനെ നീ ഇവനങ്ങ് വാങ്ങി നടത്തിക്കോ. അപ്പോൾ നിനക്ക് ഒരു ധൈര്യം അങ്ങ് ബിദിനെ അങ്ങ് വരട്ടെ. കൈ വിറയ്ക്കുന്നുണ്ടോ? ഇതിപ്പോ എങ്ങനെ പിടിക്കാന്നതിന് അറിയോ? അതൊരു ഒന്ന് സേഫ്റ്റി ഗ്യാപ്പ് ഇട്ടാന്ന് പറഞ്ഞ കേട്ടോ. ഇങ്ങനെ ഹോൾഡ് ചെയ്തെടുക്കും ഡോഗ് ബൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പൊ അതിനൊരു ഗ്യാപ്പാണ് ഈ ഒരു ലീഷ് ഇങ്ങനെ കുറുക്കിയിട്ട് ഇങ്ങനെ പിടിച്ചിട്ടാ. കുഴപ്പമൊന്നുമില്ലല്ലോ ഇതിനെ? ഇനി അങ്ങോട്ടുള്ള പറയാൻ പറ്റില്ല അല്ലേ? സ്വഭാവങ്ങളിൽ എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. ആശാൻ ഇപ്പോഴും മനസ്സിലായിട്ടില്ല കേട്ടോ ബിദിന്റെ കയ്യിലാണ് ഇരിക്കുന്നതെന്ന്. നമ്മളിങ്ങനെ സൗണ്ട് ഇങ്ങനെ എപ്പോഴും സംസാരിച്ചു പോകുന്നതുകൊണ്ട് എന്റെ ഒപ്പമുള്ള ധാരണ അവനുണ്ട്. വലിയൊരു
വലിയൊരു സീൻ ഇല്ലാത്ത പോലെ ആയി പോയിന്ന് പറയാം അല്ലേ? ലീഷ് എടുക്കല, ലീഷ് എടുക്കാം. ചില ആൾക്കാർ നമ്മളോട് ഇടയ്ക്ക് പറയലുണ്ട്, കമന്റ് ആയിട്ട് പറയലുണ്ട്, ഒരു പുറത്തിറക്കിയ ഡോഗിനെ നിങ്ങൾ ഇന്നവരെ തിരിച്ചു കൂട്ടി കയറ്റി ചോദിക്കലുണ്ട് കുറെ ആൾക്കാർ. അതിൻ്റെ ഉള്ളിൽ ചെയിൻ എടുത്തിട്ടുണ്ടോന്നൊക്കെ കാണിക്കലുണ്ട്. ഇത് ഈ ചെയിൻ എടുക്കലും നല്ല സംഭവം, ഇത് റിയൽ ആയിട്ട് അനുഭവിക്കുന്നവരുള്ളൂ. നമ്മളിത് പുറത്തിറക്കിയിട്ട് ഈ ഡോഗ് ആദ്യമായിട്ട് നമ്മളോട് എങ്ങനെയാണ് പെരുമാറുക എന്നാണ് ആ നിമിഷം ഇതിന്റെ എല്ലാം. പിന്നെ എടാ മിണ്ടായിരിക്കാം, ഒരു കാര്യം ഞങ്ങൾ പറയുമ്പോൾ സമ്മതിക്കില്ലോ നിന്റെ കുര കാരണം. മിണ്ടായിരിക്കാവോ നിനക്ക്? മിണ്ടായിരിക്കാവോ നീ? ഒരു കാര്യം പറയട്ടെ കേട്ടോ, കുറയ്ക്കരുത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഡോഗിനെ പുറത്തിറക്കിയിട്ട് ആദ്യം ഡോഗ് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മളെ ചെയ്യുന്ന കാര്യമാണ് ഇതിൽ ഇമ്പോർട്ടന്റ്. അല്ലാതെ നമ്മൾ കൂട്ടിന്ന് പിന്നെ ഡോഗിനെ കയറ്റി കഴിഞ്ഞിട്ട് പിന്നെ ഈ ലീഷൈക്കിലൊന്നും വലിയ സംഭവമൊന്നുമില്ല. അതൊന്നും പിന്നെ നമ്മൾ വീഡിയോയിൽ ആഡ് ചെയ്യുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇത്രയുള്ള കാര്യങ്ങൾ. ബൈറ്റ് ഇപ്പൊ എന്നോടൊരു ബോണ്ട് അവൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഡോഗ്. ഇതിന് ഒരു 30 ദിവസമായിട്ട് ഡോഗ് പറഞ്ഞ 35 എത്ര ദിവസമായി? 30 ദിവസമായി അടുത്തായി. ആ സമയത്ത് ഉണ്ടാക്കിയൊരു സാധനം നമ്മൾ ഒന്ന് ആക്കിയിട്ടുണ്ട്. അങ്ങനെ കണ്ടാൽ മതി, ഇതൊക്കെ ഒരു എന്റർടൈൻമെന്റ് ആയിട്ട് കണ്ടാൽ മതി. പിന്നെ പ്രേക്ഷകര് പറയും വലിയ അഗ്രഷൻ ഒന്നും ഉണ്ടാവൂല എന്നൊക്കെ ചിലർക്ക് തോന്നിയേക്കാം. സത്യസന്ധമായിട്ട് എന്താ സംഭവം? സത്യസന്ധമായിട്ട് നല്ല അഗ്രഷൻ ആണ്. കാരണം ഞാനിപ്പോ ഒരു മാസമായിട്ട് ഫുഡ് കൊടുക്കുക, എനിക്ക് തൊടാൻ പോലും സമ്മതിക്കില്ല. ഇപ്പൊ ഞാൻ ആ മൂക്ക തൊട്ടൊന്നും ഇട്ടിട്ടൊന്നുമില്ല. നീ ഇല്ല, ഞാൻ ആളെ മൂക്കിന്റെ അടുത്ത് കൈ കൊണ്ടുമ്പോൾ തന്നെ കടിക്കാൻ പറ്റില്ല. പിന്നെ ഇത്രയും നാള് സാധാരണ ഡോഗ്സ് ഒക്കെ ഒരു 2-3 ദിവസം ഫുഡൊക്കെ കൊടുത്താൽ ഇണങ്ങുന്നതാണ്. ഇയാൾക്കാണെങ്കിൽ ഭയങ്കര ടെമ്പർ ആയിരുന്നു. ഇപ്പൊ 2-3 ദിവസം കൂടിന്റെ അടുത്ത് കടിപ്പിച്ചു തുടങ്ങി. അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ വടിയൊക്കെ ഇട്ട് തോണ്ടിട്ടൊക്കെയാണ് പാത്രമൊക്കെ എടുക്കുന്നത്. ഇപ്പൊ വലിയ സീനില്ല, 2 ദിവസമായിട്ട്. എന്റെ ഒരു 10-20 ഡോഗ്സ് ഉണ്ട്. അറിയാം, അതായത് ബിദിൻ ഓൾറെഡി കെന്നലും കാര്യങ്ങളുള്ളതാണ്, ഡോഗ്സിനുള്ളതാണ്. ബിദിൻ ഈ ചലഞ്ച് നമുക്ക് തന്നുകൊണ്ട് ബിദിനും വലിയൊരു ഗുണമൊന്നുമില്ല. പക്ഷെ കടിയൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, രഞ്ജുഭായ് കടിയൻ ഡോഗ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചലഞ്ച് ഞാൻ തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നെങ്കിലും ഇവന്റെ ഒരു ഡോഗിനെ കൊണ്ട് എന്നെ കടുപ്പിക്കണം എന്ന് ഇവന്റെ ഒരു വാശിയുണ്ട്. അത് ഈ പ്രാവശ്യം നടന്നില്ല. ഇനി അടുത്ത പ്രാവശ്യം ഒരു കടിയും വരുമ്പോൾ നമുക്ക് നോക്കാം. അടുത്ത പ്രാവശ്യത്തിൽ കടി കിട്ടുമെന്ന് നോക്കാം. ഇവന്മാരൊക്കെ പ്ലാൻ ചെയ്ത സംഭവങ്ങളാട്ടോ. ഇവരെല്ലാവരും കൂടെ പ്ലാൻ ചെയ്തിട്ടാണ് ഈ കടിയൻ നമുക്ക് തന്നേക്കുന്നത്. ഇവര് നമ്മുടെ ഏത് വീഡിയോയിലാണ് വന്നിട്ടുള്ളത്? റോട്ടിന്റെ മച്ചാന്റെ ചേട്ടന്റെ ഒരു റോട്ടിന്റെ വീഡിയോ ഉണ്ട്. അത് അതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിന് ലിങ്ക് കൊടുക്കാം. നമ്മളെങ്ങനെയാ ക്യാപ്ഷൻ ഇട്ടേക്കുന്നത്? 40 കടി കഴിഞ്ഞ് നമുക്ക് വീണ്ടും ഒരു കടി. അതായത് എന്നെ ഡോഗ് ഓറഞ്ചിനെ കടിച്ചില്ലേ, ആ കടി കഴിഞ്ഞിട്ട് നേരെ വരുന്നത് നമ്മൾ ഇവരുടെ അടുത്തേക്കാ. ഇന്നലെ കടിക്കുന്നു, ഇതുപോലെ ഒരു സമയത്ത് നമ്മൾ വരുന്നു, ആ വീഡിയോ ഷൂട്ട് ചെയ്യുന്നു. റോട്ടിന്റെ വീഡിയോ ആണ് നമ്മൾ കടി ഡോഗിനേക്കാൾ മുന്നേ ഇട്ടത് തോന്നുന്നു അല്ലേ? അത് കഴിഞ്ഞാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത്. അപ്പൊ ഇവരെല്ലാവരും ഇടയ്ക്കിടയ്ക്ക് ഓരോ പണി വരുന്നുണ്ട്. അപ്പൊ അത്രേ ഉള്ളൂ, ഇത്രയും പോലെ തുടർന്നും പ്രതീക്ഷിക്കാം. അപ്പൊ ബിദിൻ പറഞ്ഞേക്കുന്ന വെച്ചാൽ ബിദിന്റെ കെന്നലിൽ നിന്ന് ഒരു ഡോഗിനെ കൊണ്ട് എന്നെ കടുപ്പിച്ചിരിക്കും എന്നാണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് നോക്കാം. ഇപ്പൊ നമുക്ക് 4 ഡോഗ് കടി കിട്ടി ടോട്ടല്. ഇപ്പൊ 3 കൊല്ലം ആകാം. ഫെബ്രുവരി 14 തീയതി ആകുമ്പോൾ നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് 3 കൊല്ലം പൂർത്തിയാകാൻ പോവാണ്. 3 കൊല്ലം കൊണ്ട് ശേഷം 125-130 ഡോഗിനെ നമ്മൾ ചലഞ്ച് ചെയ്തു. അതിൽ നമുക്ക് 4 ഡോഗിന്റെ കടി കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ബിദിൻ പറഞ്ഞേക്കുന്ന അടുത്ത വാർഷികന്റെ നമ്മൾ ഒപ്പിച്ചെടുക്കാം. നമുക്കൊന്ന് പോവാം. പോയാലോ? അപ്പൊ ഈ ക്ലിപ്പ് ഞാൻ കാണിക്കുന്നത് ഞങ്ങളിപ്പോ വൈൻഡപ്പ് ഇട്ടല്ലോ. വൈൻഡപ്പ് ഇട്ടതിന് ശേഷമുള്ള ക്ലിപ്പാട്ടോ. ഞാൻ ഇതാ കൂട്ടി കൈയിട്ടത് അവളുടെ മേത്തൊക്കെ തുടങ്ങുന്നത്. ഞങ്ങൾ വൈൻഡപ്പ് ഇട്ടതിന് ശേഷമാണ് ഈ ഒരു സീൻ എടുക്കുന്നത്. അപ്പം ബിദിനോട് ഇപ്പൊ പറഞ്ഞായിരുന്നു ഇനി തൊടാനും സമ്മതിക്കില്ല, അവളെ മേത്ത് തൊടാൻ സമ്മതിക്കുന്നില്ല. അപ്പൊ എന്നോട് എന്തോ അറിയില്ല, ഞങ്ങളിപ്പോ 5 മിനിറ്റാണ് ഞങ്ങൾ നിലവിൽ നമ്മൾ സാധാരണ വീഡിയോ ചെയ്യുന്ന പോലെ തന്നെ കേട്ടോ. ഇവിടെ വന്നിട്ട് ആദ്യം ഇണങ്ങുമെന്ന് നോക്കിയിട്ടല്ല. ഇതിനേക്ക് ചലഞ്ച് തന്നാലും ഞങ്ങൾ ഈ കണ്ടന്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്താലും എല്ലാം ഈ ഗേറ്റിന്റെ പുറത്ത് നിന്നിട്ടാണ് ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തത്. ഇവിടെ കാണുന്നതും ഞാൻ ടച്ച് ചെയ്യാൻ വരുന്നതും ഞാൻ ഇവിടെ അടുത്തേക്ക് വരുന്നതും ഇപ്പൊ ആദ്യമായിട്ടാണ് അല്ല ഇതിനെ. ഇതുപോലെ തന്നെയാണ്. അവിടെ നമ്മളോട് കഴുത്ത വരെ നമുക്ക് ടച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷയില്ല കേട്ടോ, ഇത്രയൊക്കെ നമ്മളോട് അടുക്കൂന്ന്. കാരണം അത്ര ടെററാണ് ഡോഗ് കേട്ടോ. ഡോഗ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു മാസമായിട്ട് ഇതിന് ഫുഡ് കൊടുത്താൽ ഇത്രയും ടെററായിരുന്നു. കണ്ടില്ലേ, നമ്മൾ ഹെഡിലൊക്കെ തൊട്ടിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല അല്ല ഇതിനെ. ഇത് ഓക്കെ ആയില്ലടാ. ഇത് ഇതിനും പ്രതീക്ഷയില്ല എന്നല്ലോ. ഇത് ഞാനും പ്രതീക്ഷയില്ല കേട്ടോ. ഇങ്ങനെ തൊടാൻ പറ്റുന്നോ ഞാനും പ്രതീക്ഷയില്ല, ഇതിനും പ്രതീക്ഷയില്ല. അപ്പൊ കണ്ടില്ലേ ഇത്രയും കൂളായിട്ട് അവളോട് നമുക്ക് ടെററായി. അതായത് ഇതിന് ഇവിടെ കൊണ്ടുവന്നത് തന്നെ ഇങ്ങനെയായിരുന്നു തൊടാൻ പറ്റുന്ന പറഞ്ഞത്. അതിനുശേഷം പക്ക ടെററായി എന്ന് പറഞ്ഞു. പിന്നെ ഒരു മാസമായിട്ട് ഇപ്പം ഇവിടെ ഇന്നവരെ അടുത്തിട്ടില്ല. അപ്പൊ ഇതാണ് സ്ഥിതി. അപ്പം